Okay, children. Here we discuss about an overview of oogenesis as well as the role of hormones in oogenesis. You remember what we discussed related with oogenesis before? That it is consists of three phases. That is, the first phase is mitotic division, which take place in the fetal ovary when the child is in her mother's uterus in the embryonic life itself. In that, the oogonia multiplies and differentiate into primary oocyte. And later, she continues through a dormant stage till puberty. And from puberty onwards, one of the primary oocytes start meiosis 1. And it divided into secondary oocyte and first polar body. Okay, then the third stage happens if a a sperm reach near the secondary oocyte. Then it continue meiosis 2 and produce converted into a oocyte as well as a second polar body is released. You remember, oogenesis is a discontinuous process that is taking place, one of the first phase taking place before birth. Okay, and that is in the fetal ovary of a 5 to 6 week gestation period. ഒരു 2 മാസം അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ഉഗോണിയ മൾട്ടിപ്ലൈ ചെയ്യും, പ്രൈമറി ഊസൈറ്റുകളായി ഡിഫറൻഷിയേറ്റ് ചെയ്യും ഒക്കെ ചെയ്യും. ഓക്കെ, അത് മൈറ്റോട്ടിക് ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 7 മില്യൺ ഒരു രണ്ടാമത്തെ മാസം 5 to 6 വീക്ക് ഗസ്റ്റേഷൻ പീരീഡിൽ ഉണ്ടായിരുന്നത് ആ കുഞ്ഞ് ജനിക്കുന്ന സമയമാകുമ്പോൾ, ദാറ്റ് ഈസ് 9 months ഒക്കെ ആകുമ്പോഴേക്കും അത് തന്നെ നിലവിലുണ്ടായ ഊഗോണിയ തന്നെ അട്രോഫി വന്നിട്ട് it is reduced into a very small number, that is 2 to 4 million. എന്നിട്ട് ആ പ്രൈമറി യൂസൈറ്റ് ആണ് പ്യൂബർട്ടി സ്റ്റേജിൽ എത്തണേ. അപ്പോൾ പ്യൂബർട്ടി എത്തുമ്പോഴേക്കും ഈ ഡിജനറേഷൻ കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് റീച്ച് അപ് ടു 60,000 to 80,000 primary follicles are remaining in the puberty. You remember primary follicle, that is the primary oocyte is encircled by a sacrogranulosa cell called primary follicle. അങ്ങനെ ഓരോ പ്രൈമറി oocyteും കുറച്ച് പ്രൈമറി ഫോളിക്കിൾ ആ ഫോളിക്കുലാർ സെല്ലിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയുള്ള പ്രൈമറി ഫോളിക്കിൾസ് ആണ് ഇത്രയേ ഉള്ളൂ പ്യൂബർട്ടിയിൽ. പിന്നെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ മിയോസിസ് 1 ആണ് ആ സമയത്ത് നടക്കുക അല്ലേ, അറ്റ് പ്യൂബർട്ടി മിയോസിസ് 1. എന്നിട്ടാണ് സെക്കൻഡറി oocyte റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 2 ഓവറി ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവറി. അതിൽ ഒരു ഓവറിയിൽ നിന്ന് ഒരു മാസം ഒരെണ്ണാണ് റിലീസ് ചെയ്യപ്പെടുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു 12 മാസത്തിൽ ഓരോ സെക്കൻഡറി oocyte ആണ് റിലീസ് ചെയ്യുന്നത് എങ്കിൽ ഒരു 50 years ആവുമ്പോഴേക്കും ആകെ ഒരു സ്ത്രീയിൽ സെക്കൻഡറി oocyte സ്റ്റേജ് വരെ പോലും എത്തുന്ന ആ ഓവത്തിന്റെ എണ്ണം ഇത്രയേ ഉള്ളൂ, അറൗണ്ട് 480 ഒക്കെ ഉള്ളൂ. എന്നിട്ടോ ഈ എല്ലാ സെക്കൻഡറി oocyteും അതിന്റെ oogenesis കംപ്ലീറ്റ് ചെയ്യൂ? ഇല്ല. എപ്പോഴാണോ ഇതിന് ഒരു സ്പേമുമായി മീറ്റ് ചെയ്യാൻ പറ്റണേ അപ്പോഴേ ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നടക്കാൻ പറ്റുള്ളൂ, മിയോസിസ് 2. ഓക്കെ, അപ്പോ ഈ 450 എണ്ണോ മിയോസിസ് 2 കഴിഞ്ഞിട്ട് ഊട്ടിഡായി മാറുമോ? ഇല്ല. പിന്നെ ആരാ മാറുണ്ടാവുക? എത്ര മക്കളാണോ ആ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത്, ഇനിയിപ്പോൾ എബോർട്ട് ചെയ്ത് പോയി എന്ന് വെച്ചാൽ അതും കൂടി ഇൻക്ലൂഡിങ്. ഓക്കെ, എത്ര എണ്ണാണോ ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ നമുക്ക് അത്രേ ആ oogenesis കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് oogenesis ഒരു ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മാത്രമല്ല ഒരു മെയിലില് അറൗണ്ട് 2 million to 4 million വരെയൊക്കെ ഇൻ 1 ejaculation സ്പേംസ് ഉണ്ടാവുമ്പോൾ ഒരു ഫീമെയിലില് ഒരു ഓവം ആ oogenesis കംപ്ലീറ്റ് ചെയ്തിട്ട് എത്താകുന്ന ഓവത്തിന്റെ എണ്ണം വളരെ കുറവാണ് അല്ലേ. എത്ര മക്കൾ ഉണ്ടായോ അല്ലെങ്കിൽ എത്ര ഫെർട്ടിലൈസേഷന്റെ ചാൻസ് ഉണ്ടായോ അത്ര മാത്രമാണ്. അതുകൊണ്ട് ഓവം ഒരു പ്രീഷ്യസ് വൺ എന്ന് നമുക്ക് പറഞ്ഞൂടെ. അങ്ങനെ നമുക്കറിയാം പ്യൂബർട്ടി ഈസ് എ മാജിക്കൽ പീരീഡ്, എ ഗ്രോയിങ് ഫേസ്. അപ്പോൾ ഡ്യൂറിങ് ദാറ്റ് എ ഗേൾ സ്ലോലി ടേൺസ് ഇൻറ്റു, ഫ്രം ദാറ്റ് ഓൺവേർഡ്സ് എ ഗേൾ ടേൺസ് ഇൻറ്റു എ വുമൺ.
അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് മെനാർക്കാണ് അല്ലേ. certain changes happens due to some hormones. എന്തൊക്കെ ചേഞ്ചസ്? Usually it is denoting the hair growth in the armpit as well as the pubic region, and change in body shape, that the hips become wider with the widening of pelvic bone. You remember the pelvic bone wider ആവണം, അതിലാണ് ആ യൂട്രസ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഭാവിയിൽ ഒരു കുഞ്ഞിനെ തലമുറയെ കൊണ്ടു നടക്കേണ്ടതാണ്. അപ്പൊ അതിനു വേണ്ട എല്ലാ പ്രിപ്പറേഷൻസും അവിടെ കാണും. ആൻഡ് ദ മെയിലില് ടെസ്റ്റോസ്റ്ററോൺ, ബോൺ ഗ്രോത്ത്, മസിൽ ഗ്രോത്ത്, ഹൈറ്റ്, ഇവിടെയും ഈസ്ട്രജന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവണേ. ഫെമിനൈൻ ഫീച്ചേഴ്സ് ആണല്ലോ അപ്പിയർ ചെയ്യുക. അപ്പം കൂടുതലായിട്ടും ഗേൾസിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അഡിപ്പോസ് ഡെപ്പോസിഷൻ ആണ് ഇൻ ദ ഹിപ്പ് റീജിയൻ ആസ് വെൽ ആസ് ദ ലെഗ്സ്. ആൻഡ് നമുക്കറിയാം സ്കിന്നൊക്കെ ഓയിലി ആവുന്നു, ആക്നി ഉണ്ടാവുന്നു. ആൻഡ് സം സൈൻസ് ഓഫ് പ്യൂബർട്ടി, ദാറ്റ് ഈസ് ദ മെനാർക്ക്, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ. And these all changes are triggered by some hormones അല്ലേ. മെയിലുള്ള പോലെ ഇവിടെയും കുറേ ഹോർമോണിന് കുറേ റോൾസ് ഉണ്ട്. അപ്പോൾ ഏതാ ഹോർമോൺ റോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ദ ഹൈപ്പോതലാമസ്, വിച്ച് ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് എൻഡോക്രൈൻ ഓർക്കസ്ട്ര, സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. റിലീസിങ്, അപ്പൊ അത് റിലീസ് ചെയ്യാണ് കേട്ടോ. റിലീസ് ചെയ്യിക്കാനുള്ള ഹോർമോൺ അതാണ്. അപ്പൊ when this gonadotropin releasing hormone reach the pituitary, anterior lobe pituitary, from pituitary two gonadotropins are produced. ഏതൊക്കെ രണ്ട് ഗൊണാഡോട്രോപ്പിനുകൾ? in female also it is FSH and LH. Then what is the action of FSH? That FSH and LH act on the gonad. Gonadotropin എന്ന് പറഞ്ഞാൽ ഗൊണാഡുകളെ ഉത്തേജിപ്പിക്കുക. അപ്പോൾ here in female gonad is ovary and FSH it reach the ovary. FSH ആണ് ആദ്യമായിട്ട് എവിടെ എത്തുക? ഓവറിയിലെത്തുക. FSH when reach the ovary, നമുക്കറിയാം ഓവറിയിൽ കുറേ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടല്ലോ. ഒരു 40,000 to 60 or 80,000 ഒക്കെയാണ് പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായിരുന്നേലോ. ആ ഫോളിക്കിൾസിൽ ഓരോ പ്രൈമറി ഫോളിക്കിളിൻ്റെ ഉള്ളിലും ഒരു പ്രൈമറി oocyte ഉണ്ട്. അപ്പോൾ ആ പ്രൈമറി ഫോളിക്കിൾ എന്ത് ചെയ്യും? FSH എത്തിക്കഴിയുമ്പോൾ ദേ ടേൺസ് ടു ഗ്രോ. എല്ലാവരും ഒരുമിച്ചാണോ? അല്ല. വൺ എമംഗ് ദം, ഇത്രയും എണ്ണത്തിൽ ഒരെണ്ണം വലുതാവാൻ തുടങ്ങും. അങ്ങനെ വലുതാകുമ്പോൾ അതില് സെക്കൻഡറി, ടെറിഷറി, പിന്നെ തീറ്റാലയ, ദാറ്റ് ഈസ് ദ ആൻഡ്രം, അങ്ങനെ അത് വലുതായി അല്ലേ. അപ്പൊ ഈ സ്റ്റേജിന് എന്താ പറയാ? ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പൊ FSHന്റെ ആക്ഷൻ എന്തായിട്ട്? ആക്ട് ഓൺ ദ പ്രൈമറി ഫോളിക്കിൾ ആൻഡ് കൺവേർട്ട് ഇൻ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ. സെയിം ടൈം ദ പ്രൈമറി oocyte in it continue its division, meiosis 1, and forming secondary oocyte and first polar body. അതോടെ ഉണ്ടായിട്ടുണ്ടാവും. ഇതേ സമയത്ത് ഇങ്ങനെ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുന്ന സമയത്ത് ഓവറിയിലെ ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്രീറ്റ് അനദർ ഹോർമോൺ, ദാറ്റ് ഈസ് ഈസ്ട്രജൻ. അപ്പൊ ഈസ്ട്രജൻ ഈസ് എൻ ഒവേറിയൻ ഹോർമോൺ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഈസ്ട്രജൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ മാജിക്കൽ ചേഞ്ചസ് ഇൻ എ puberty, that the proliferation of tissues in all the secondary sex organs, mammary gland, breast development, as well as the uterine endometrial thickening, അങ്ങനെയുള്ള എല്ലാ ചേഞ്ചസ് ഉണ്ടാവാനും ഈസ്ട്രജൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഈ ഈസ്ട്രജന്റെ അളവ് വളരെ ഒരു പീക്കിലെത്തുമ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അടുത്ത ഹോർമോൺ LH അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ LHന്റെ ഒരു സഡൻ ഇൻക്രീസ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദ ഹൈ പീക്ക് ഓഫ് ഈസ്ട്രജൻ FSHന്റെ സെക്രീഷൻ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്തിട്ട് LHന്റെ സെക്രീഷൻ അതിനേക്കാൾ കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടും. എ സഡൻ സർജ് ഓഫ് LH. That sudden surge causes the rupturing of Graafian follicle, releasing ovum in the secondary oocyte stage. That process is called ovulation. അപ്പോൾ ovulation help ചെയ്തതാരാ? LH help for ovulation. ഇനി ഈ ഓവം ഇതിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നമുക്കറിയാം കോഴിമുട്ട പൊട്ടി ആ ഉണ്ണിയും കണ്ടന്റും കൂടെ പുറത്തേക്ക് പോകുന്നു, പക്ഷെ തോട് ഇവിടെ നിൽക്കുകയാണ്. എന്താണ്? ദ റിമൈനിങ് സ്ട്രക്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു എൻ യെലോയിഷ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഇതാരാ സഹായിച്ചേ? ഈ LH കാരനാണ്. അപ്പൊ LHന് രണ്ട് റോൾ ഉണ്ട് ഓൺ ദ ഓവറി. വൺ ഈസ് ഓവുലേഷൻ, ദാറ്റ് ഈസ് റപ്ചറിങ്, ആൻഡ് അതർ ഈസ് കോർപ്പസ് ലൂട്ടിയം ഫോർമേഷൻ.
ഇനി ഈ കോർപ്പസ് ലൂട്ടിയം ഓവറിയിൽ നിന്നിട്ട് അവിടെ നിന്ന് ഇറ്റ് ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ടു റിലീസ് നെക്സ്റ്റ് ഹോർമോൺ പ്രൊജസ്റ്ററോൺ. ദെൻ പ്രൊജസ്റ്ററോൺ ഓൾസോ എൻ ഓവേറിയൻ ഹോർമോൺ. അതെന്തിനാ? ഇറ്റ് മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയൽ തിക്കനിങ് ടു റിസീവ് ഇഫ് ദിസ് സെക്കൻഡറി oocyte റീച്ച് ദ ആസ് ഫെർട്ടിലൈസ്ഡ് ഓവം. അതവിടെ ഒരു ഫെർട്ടിലൈസ്ഡ് ഓവായിട്ട് യൂട്രസിൽ എത്തുകയാണെങ്കിലോ അപ്പൊ അതിനെ അവിടെ സ്വീകരിക്കണ്ടേ, അതിന് വേണ്ട ഒരുക്കങ്ങൾ അവിടെ നടത്തണ്ടേ, യൂട്രൈൻ വാൾ എൻഡോമെട്രിയൽ തിക്കൻ ആവണ്ടേ. അതിനുവേണ്ടി പ്രൊജസ്ട്രോൺ ഇങ്ങനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓവറിയിൽ നിന്ന് ടു മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയൽ തിക്കനിങ് ടു റിസീവ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം. ഓക്കെ, അതാണ് സാധാരണ നടക്കുക. എഗെയിൻ അത് നടന്നില്ല, നമുക്കറിയാലോ ഒരു വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടുക. അങ്ങനെ നടന്നില്ലെങ്കിൽ ആ ഓവർഗ്രോൺ ടിഷ്യൂസ് ഒക്കെ അവിടെ നിന്ന് കളയണം, എന്നിട്ട് വീണ്ടും ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്കറിയാം കോൾഡ് മെൻസ്ട്രേഷൻ എന്ന് നമുക്ക് പിന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനുള്ള ഒരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് പാരലായിട്ട് പിറ്റ്യൂട്ടറി ഹോർമോൺ ആണിത്. അതുപോലെ ഈ LHന്റെ ഫംഗ്ഷൻ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരെണ്ണം നമുക്ക് കിട്ടിയ മറ്റേത് അറിയാം. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കിയ പിന്നെ ഉണ്ടാവുന്ന സംഭവം എന്തായിരിക്കും അത് നിങ്ങൾക്കറിയാം. ആസ് വെൽ ആസ് ഹിയർ ഓൾസോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഓവം റിലീസ്ഡ് ഫ്രം ഓവറി, അതിന് രണ്ട് കണ്ടീഷൻ ഫേസ് ചെയ്യാം. ഒന്നുകിൽ അത് ഫെർട്ടിലൈസ്ഡ് ആവാം, അല്ലെങ്കിൽ നോൺ ഫെർട്ടിലൈസ്ഡ് ആവാം. അപ്പൊ ആ ഓവത്തിന് ഇതിലേതായിരിക്കും നടക്കുക ഒന്ന് മാച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു ഓവുലേഷനിൽ എത്ര ഓവർ റിലീസ് ചെയ്യാൻ നന്നായി അറിഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് ഇത് കാണിക്കുന്ന ഒരു വീഡിയോ കൂടി ഒന്ന് നോക്കി നോക്കാം. ആ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. A few follicles begin to grow at the same time. These maturing follicles secrete estrogen hormone into the bloodstream to prepare the lining of the uterus for pregnancy. Around day 7, all of the follicles stop growing and begin to degenerate, except for one. This dominant follicle continues to grow and nourishes the developing egg inside it. Around day 12, the follicle secretes a large amount of estrogen into the bloodstream. When the estrogen reaches the hypothalamus and the pituitary gland in the brain, the anterior or front part of the pituitary gland releases a huge surge of luteinizing hormone into the bloodstream. Around day 14, luteinizing hormone causes the follicle to undergo a sudden growth spurt. Right before ovulation, the egg detaches from the inside of the follicle. The bulging follicle releases chemicals, causing one of the two fallopian tubes to move in closer and surround the follicle. The follicle swells until it bursts open, ejecting the egg and fluid from the follicle into the abdominal cavity. In response, the fimbriae, tiny projections at the end of the fallopian tube, sweep across the ovulation site and pick up the egg. Microscopic cilia on the fimbriae surface transport the egg to the entrance of the fallopian tube. Inside the walls of the fallopian tube, muscular contractions. Okay, thank you, children.